മനുഷ്യ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നത്? അല്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നോ? വന്ദന നിങ്ങളുടെ അച്ഛന് പാലില് വിഷം കലർത്തി കൊടുത്ത് കൊല്ലാൻ നോക്കിയതും നിങ്ങളും കൂടി ചേർന്ന് വന്ദന ഇവിടെ നിന്ന് അടിച്ചിറക്കിയതൊക്കെ മറന്നുപോയോ? അതേ മനുഷ്യ, നിങ്ങളുടെ ഈ പൊട്ടം കളിയാ ഏറ്റവും വലിയ പരാജയം. ഇനി നിങ്ങളുടെ സമയം തെളിയാൻ പോവാ. നീ എന്തൊക്കെയാ വിധി പറയുന്നത്? സത്യം, പരമമായ സത്യം. വന്ദനെ ജഗൻ കല്യാണം കഴിച്ചു എന്നറിയുമ്പോ നിങ്ങളുടെ അച്ഛൻ ജഗനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കൂന്ന് കരുതി. പക്ഷേ അവൻ അവളെയും വിളിച്ച് ഇവിടെ പൊറുതി തുടങ്ങി. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോഴാ ഇങ്ങനെ ഒരു വഴി തെളിഞ്ഞു വന്നത്. സ്വന്തം അച്ഛന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചവളുടെ കൂടെ ജഗൻ ഏതായാലും ഇനി ജീവിക്കാൻ പോകുന്നില്ല. ജഗനുമായുള്ള വന്ദനയുടെ ജീവിതത്തിന് ഇതോടെ കറ്റം വീഴും. ജഗനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കണമെന്നാ ഹരിത പറയുന്നത്. വിദ്യ, നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? ജഗനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാനോ? അവൻ അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് ചോദ്യം. അങ്ങനെ ചിന്തിക്ക്. ഇപ്പോഴത്തെ അവസ്ഥയില് ജഗൻ ഏതായാലും മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കില്ല. മറ്റൊരു കല്യാണം കഴിക്കാതെ അവൻ ഒറ്റത്തടിയായിട്ട് ജീവിക്കണം. അങ്ങനെ വരുമ്പോ സ്വത്തിലും പണത്തിലും ഒന്നും അവന് വലിയ താല്പര്യം കാണത്തില്ല. ബുദ്ധിപൂർവം കാണിച്ച അവൻ അവകാശപ്പെട്ട സ്വത്തുക്കൾ കൂടി നമുക്ക് ഒപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് പുച്ഛം. ഈ വീട്ടിലേക്ക് നിങ്ങളുടെ കൂടെ വിദ്യ കയറി വന്നതേ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാ. ആ ലക്ഷ്യം വിദ്യ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിനെന്തു മാർഗവും പയറ്റും ഞാൻ. വിദ്യ, നീ പുര കത്തുമ്പോ വാഴ വെട്ടാൻ നോക്കരുത് കേട്ടോ. വെട്ടും. വാഴ വെട്ടാൻ വേണ്ടി തന്നെയാ പുര കത്തിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്ക്. മൂത്ത മകനായി നിങ്ങൾക്ക് ഈ വീട്ടിൽ വല്ല വിലയുണ്ടോ? നിങ്ങളുടെ അച്ഛൻ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ ശകുനി കരുണാകരക്കുറുപ്പിന് എന്തെങ്കിലും സംഭവിച്ച പകരക്കാരനായി കൊണ്ടുവരുന്നത് ജിതേന്ദ്രനെ ആയിരിക്കില്ല, ജഗനെ ആയിരിക്കും. ജിതേന്ദ്രൻ പിക്ചറിലേ ഇല്ല. അവിടെ നിങ്ങളെ തഴയപ്പെടും. ഇനി ജഗനും വന്ദനയും മാതൃകാ ദമ്പതികളായി ജീവിച്ച് അവർക്കൊരു കുഞ്ഞു പറഞ്ഞാലോ? പിന്നെ ജഗന്റെ കുഞ്ഞായിരിക്കും ഈ വീടിന്റെ അനന്തരാവകാശി. അവിടെയും കുഞ്ഞുങ്ങളില്ലാത്ത ജിതേന്ദ്രൻ പുറത്ത്. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ജഗനാണെന്ന് തോന്നുന്നു. അച്ഛനെവിടെ? ഏട്ടാ ചോദിച്ചു കേട്ടില്ലേ? അച്ഛനെവിടെയെന്ന്? അച്ഛാ, അച്ഛാ. ഇതേ ഞാൻ താലി കെട്ടിക്കൊണ്ടു വന്നോളാ, എന്റെ ഭാര്യ. ഞാനില്ലാത്ത സമയത്ത് വന്ദന ഇവിടെ സുരക്ഷിതയായിരിക്കും എന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ പുറത്തേക്ക് പോകുന്നത്. വന്ദന ആരാ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്? എന്തു കുറ്റ വന്ദന ചെയ്തതെന്ന്? ഓ, അതറിഞ്ഞില്ലേ? വന്ദന വിഷം കലർത്തിയെന്ന്
ഡോക്ടർ പറഞ്ഞോ? ശരി, അത് പോട്ടെ. ആരെങ്കിലും വന്ദനയാണ് വിഷം കലർത്തിയെന്നുള്ളതിന് ദൃക്സാക്ഷികളുണ്ടോ? ദൃക്സാക്ഷികളുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വന്ദനയെ ഞാൻ തന്നെ പോലീസിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചേനെ. അല്ലെങ്കിൽ വന്ദന എന്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ കഴിയും. വന്ദനെ, വന്ദനെ, നീ ഇവിടെ ഇരിക്കുകയാണോ? കിച്ചണിലേക്ക് പോകുന്നില്ലേ? ഈ ചോദ്യം മാറ്റി ആരെങ്കിലാണ് ചോദിച്ചിരുന്നെങ്കിൽ അതെന്റെ നെഞ്ചി തറയ്ക്കുന്ന കൂരമ്പായി മാറിയനെ. വന്ദനെ, ജഗ, സാധാരണ ഒരു പെണ്ണ് താലികെട്ട് കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെ 1000 സ്വപ്നങ്ങളായിട്ട് ഇവിടേക്ക് കയറി വന്നവളല്ല ഞാൻ. മറിച്ച് മരവിച്ച മനസ്സുമായിട്ട് ഒരച്ഛന്റെ മനസ്സിന്റെ ഭാരം ഒഴിവാക്കാനായി ഇറങ്ങി തിരിച്ചവളാ ഞാൻ. വന്ദനെ, ഇന്നലെ ഇവിടെ നടന്നൊക്കെ മറന്നുകൂടെ നിനക്ക്? ഇന്നലെ എന്നെ വേദനിപ്പിച്ചവരുടെ മുഖത്ത് നോക്കി ഇന്നെനിക്ക് ചിരിക്കേണ്ടി വരും. എല്ലാം മറവി എടുത്തു കൊണ്ടുപോയി എന്ന് അഭിനയിക്കേണ്ടി വരും. പലപ്പോഴും അത്ര അഭിനയങ്ങൾ ജീവിതത്തിലും വേണ്ടിവരും വന്ദനെ. അറിയാം, നന്നായിട്ട് അഭിനയിക്കുന്നവരുടെ ഇടയിൽ എന്റെ ഭാഗം ഭംഗിയാക്കുന്നതിൽ പലപ്പോഴും ഞാൻ പരാജയപ്പെടുന്നു. ആദ്യം അമ്മയുടെ മാല ഞാൻ മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാൻ നോക്കി. പലപ്പോഴും എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നാറുണ്ട്. അപ്പോ എന്റെ തീമോളുടെ മുഖം മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇതുവരെ സംഭവിച്ചെന്നെല്ലാം ഞാൻ ക്ഷമയോദിക്കുന്നു. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. ജഗന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ? വന്ദനെ, വന്ദന കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ 1000 പ്രതീക്ഷകളൊന്നും ആയിട്ടല്ല വന്ദന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്ന്. വന്ദനയുടെ ഈ സാന്നിധ്യം തന്നെ എനിക്ക് ഓരോ നിമിഷവും 1000 പ്രതീക്ഷകളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിന് പകരമായിട്ട് ദൈവം സമ്മാനിച്ച പുണ്യ വന്ദന. ജഗനത് പുണ്യായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പടുകുഴിയ. ജീവിതം വെറുതെ എനിക്ക് ഒരിക്കലും ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പറ്റാത്തൊരു ജീവിതം സമ്മാനിച്ചവനാണ് ജഗൻ. അതൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരിക്കലും ഒരു വിവാഹം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ദേമോളെ വളർത്തി അവളുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കാം, അത് മാത്രമായിരുന്നു എന്റെ ചിന്ത. അതിനിടയില ഈ താലി ആരും അറിയാതെ ജഗനിന്റെ കഴുത്തിൽ കെട്ടിയത്. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ വാഷ്റൂമിൽ പോകുന്നത് വരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. തിരികെ വന്ന് ആ കർച്ചീഫ് കൊണ്ട് മുഖം തുടച്ചു. അതിനുശേഷം എനിക്കൊരു മയക്കം പോലെ സംഭവിച്ചത്. അവിടുന്ന് ഞാൻ അറിയാതെ ഏതോ ഒരു ശക്തി എന്നെ കാവിലെത്തിക്കുകയായിരുന്നു. ആരാ അത് ചെയ്തെന്ന് എനിക്കറിയില്ല. ഒടുവിലൊരു തലകറക്കം, ഞാൻ മയങ്ങി വീണു. എനിക്കൊരു സംശയം. എന്താ? ജഗനാണോ ആ കർച്ചീഫില്? വന്ദനെ, എന്നെ സംശയിക്കരുത്. ഒരിക്കലും അങ്ങനെ ഒരു ചതി ഞാൻ ചെയ്യില്ല. ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ജഗനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. താലി കിട്ടിയ വിവരം വന്ദനയും അച്ഛനെയും അമ്മയും വിളിച്ചു പറയാൻ ഞാൻ കാണിച്ച ധൈര്യം, അത് പറയാമെങ്കിൽ ഇതും ജഗൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേനെ, ചങ്കൂറ്റത്തോടെ. പക്ഷെ അത് ചെയ്തത് ഞാനല്ല, വന്ദനയുടെ ശത്രുവായിരിക്കും. വന്ദന ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരാൾ ആരാണെന്ന്. അയാളെ കണ്ടെത്താൻ മറ്റാരേക്കാളും വന്ദനയ്ക്ക് കഴിയും. വിക്രം, ആയിരിക്കില്ല. ഏതൊക്കെ രീതിയിൽ നോക്കിയിട്ടും വന്ദനെ ഒതുക്കാൻ പറ്റുന്നില്ലല്ലോ. അന്ന് മാലമോഷണം, അതില് കള്ളിയെന്ന പേരില് വന്ദന എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താവൂന്ന് കരുതിയതാ. പക്ഷെ എന്തായി? ഒടുവിൽ എനിക്ക് അടികൊണ്ടത് മാത്രം മിച്ചം. ഞാൻ തമാശ കാണിച്ചതാണെന്നും എല്ലാരെയും പറ്റിക്കാൻ ശ്രമിച്ചതാണെന്നും പറഞ്ഞതുകൊണ്ട് അച്ഛന്റെ ഒറ്റ അടിയിലെല്ലാം തീർന്നു. പക്ഷെ നിന്റെ അച്ഛന്റെ അടിയുണ്ടല്ലോ, എന്റെ കണ്ണീന്ന് പൊന്നീച്ച പറന്നു. ഹോ, എന്തൊരടിയായിരുന്നു. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ,
സത്യത്തിൽ ആ മാല ചേച്ചി തന്നെയാണോ അമ്മയുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചത്? മോഷ്ടിച്ചതല്ല. പിന്നെ അങ്ങനെയുള്ള വർത്താനൊന്നും ഈ വിദ്യയുടെ പറ്റി സ്വപ്നത്തിൽ പോലും പറയരുത്. അമ്മ കുളിക്കാൻ പോയപ്പോ ഞാൻ തന്ത്രപൂർവ്വം എടുത്ത് വന്ദനയെ കള്ളിയാക്കാൻ അവളുടെ അലമാരെ കൊണ്ടുവന്ന് വെച്ചതാ. പക്ഷെ അത് അവൻ കാണുമെന്നും ജഗൻ അതെടുത്ത് എന്റെ മുറി കൊണ്ടുവച്ച് എന്നെ കള്ളിയാക്കുമെന്നും ഞാൻ വിചാരിച്ചില്ല. വന്ദനയ്ക്കെതിരെയുള്ള എന്റെ ഉഗ്രൻ ഐഡിയ പൊളിഞ്ഞുപോയത്. അവളെ ഒതുക്കാൻ തക്കം പാർത്തിരുന്നപ്പോഴാ അവള് തന്നെ ഒരു അവസരം വീണ്ടും ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ മനുഷ്യരാരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഈ കാണിച്ചത്? ഈ വീട്ടിൽ താമസിച്ച് സ്വന്തം ഭർത്താവിന്റെ അച്ഛനെ തന്നെ കൊല്ലാൻ ശ്രമിക്കാന്ന് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? വന്ദനയിന് തിരിച്ചു വരത്തില്ല, ജഗൻ ചേട്ടനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്നു, മലപ്പുറം കത്തി അമ്പും വില്ലും മാങ്ങാ തൊലി. ഹരിതേ, സ്വന്തം തന്തയെ കൊല്ലാൻ നോക്കിയ ആളെ അവൻ കൂടെ കൂട്ടുന്ന ആരെങ്കിലും കരുതിയോ? കരുതണം. അവൾക്ക് കക്കാൻ മാത്രമല്ല നിക്കാനും അറിയാം. അവളെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുമെന്ന് പന്തയൊന്നും വെക്കാൻ നിക്കല്ലേ. ഇതുപോലെ വിദ്യയെടുത്തി തോറ്റുപോവും. വിദ്യയെടുത്ത് ഇങ്ങനെ തോറ്റ് തല കുനിച്ച് നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. അങ്ങനെ അങ്ങ് പുച്ഛിക്കാതടി. ഒരു ചെറിയ അബദ്ധം അല്ലെങ്കിൽ ഈ സമയത്ത് നിന്റെ തന്തയുടെ ചിത കത്തി തീർന്നേനെ. ചെവിക്ക് ചെവി അറിയാതെ വിദ്യയെല്ലാം തീർത്തു കെട്ടിയേനെ. അവൾക്ക് പുച്ഛം. എടുത്ത് എന്തേ ആലോചിക്കുന്നത്? ഊണിലും ഉറക്കത്തിലും എന്റെ ആലോചന വന്ദന എങ്ങനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാന്നുള്ളത് മാത്രം. എന്നിട്ട് എന്തേ വല്ല മാർഗവും തെളിഞ്ഞോ? തെളിയാതെ ഒന്ന് പിഴച്ച അതിനപ്പുറം ഉന്നം നോക്കി എറിയണം. ഒന്നില് പിഴച്ച മൂന്നിലെന്നല്ലേ കണക്ക്. ഒന്നും രണ്ടും പിഴച്ചു, മൂന്നാമത്തേത് പിഴക്കില്ല. വിദ്യയെടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് കൊള്ളാം. ഇത് വിദ്യയെടുത്ത് ഇതുവരെ കളിച്ചതുപോലുള്ള ലോ ലെവൽ ആയിട്ടൊന്നും അല്ല. ഇത് മരണമാസ്. ഇത് കേട്ടാ മതി എനിക്ക്. കൊടുകൈ. മാധവേട്ട, ആ, പോകുന്ന വഴി ഗണപതി സ്റ്റോറില് പൂജയ്ക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റും കൊടുക്കണം. ഇത് കഴിക്കേ. ഓ, ഇന്നും ഗുളി കഴിക്കുന്ന ആരും ഞാനങ്ങ് മറന്നു അല്ലേ? ഇത് വേണോ മാധവേട്ട? എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല ചന്ദ്രു. വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ മുന്നേ പൂജ ചെയ്യണമല്ലോ. കുലദൈവങ്ങളെ പ്രസാദിപ്പിക്കണമെന്ന് അമ്മ പറയുമ്പോ എങ്ങനെ വേണ്ടാന്ന് പറയാ? പൂജയൊന്നും മുടക്കാൻ പാടില്ല മാധവേട്ട. ഞാൻ പറഞ്ഞത് അതല്ല. ചെലവിന്റെ കാര്യം ഓർത്തിട്ടാണോ? അതൊക്കെ അങ്ങ് നടന്നോളുന്നേ. അതല്ല മാധവേട്ട, കുറുപ്പിന്റെ വീട്ടിലേക്ക് കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് പൂജയ്ക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നല്ലേ? പോയപ്പോഴൊക്കെ മാധവേട്ടനെ അയാള് ഏയ്, ഒന്നുമില്ല. കുറുപ്പ് സംബന്ധക്കാരനല്ലേ. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ കുറുപ്പിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റുമോ? എന്നാലും അയാള് വീണ്ടും. ചന്ദ്രു, കുറുപ്പിന്റെ വീട്ടിൽ നിന്ന് ഒന്നല്ല 2 ബന്ധങ്ങളെ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് മറക്കണ്ട. 2 കൈയും കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവൂ. നീ പേടിക്കണ്ട, ആ ചാവിയും എടുക്ക.
വസന്തയെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് കാര്യങ്ങളൊക്കെ. ഇല്ലല്ല, അത് മതി അടുത്ത പരാതിക്ക്. ആ പിന്നെ ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നീ വിഷമിക്കണ്ട, ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്.